അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഈദ് ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് കേട്ടോ. ഇത് ഒറ്റ ദിവസം കൊണ്ടെടുത്ത വീഡിയോ ഒന്നും അല്ല, ഒരുപാട് ദിവസമായിട്ട് കഴിഞ്ഞൊരു 1 വീക്കായിട്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് ക്ലിപ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് അങ്ങനെ പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈദ് ഔട്ട്ഫിറ്റ് ചൂസ് ചെയ്യാൻ തന്നെ നമ്മൾ ഒരുപാട് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ഷോപ്പിൽ തന്നെ പോയിട്ട് വീണ്ടും അവിടെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നടന്നു എന്ത് പറഞ്ഞാലും. പക്ഷെ വിചാരിച്ച പോലെ അങ്ങോട്ട് കിട്ടിയില്ല. എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം, ഒരെണ്ണം ഒപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ പെരുന്നാൾ തന്നെ കുളവായ കാരണം ഇപ്രാവശ്യം എങ്ങനെയെങ്കിലും ഒന്ന് ഉഷാറാക്കണം എന്നൊരു പ്ലാൻ എനിക്കുണ്ട്. നടക്കുമെന്നറിയില്ല, ഇൻഷാ അല്ലാ ഒക്കെ ഉഷാറാവട്ടെ. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ആവില്ല, ചിലപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതലായിരിക്കും, ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അടുത്തത് ഗ്രോസറി ഷോപ്പിംഗ് ആയിരുന്നു. അത് പിന്നെ നമ്മൾ തലേ ദിവസത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം തലേ ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ലേറ്റായിട്ട് നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. കാരണം നല്ല ബ്ലോക്കായിരിക്കും. നമുക്കൊരു രീതിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിചാരിച്ച സമയത്ത് ഒരു കാര്യം നടക്കണം എന്നില്ല. അപ്പം നമ്മൾ തലേ ദിവസത്തിൻ്റെ മുൻപത്തെ ദിവസം പോയിട്ട് എല്ലാം റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഗസ്റ്റും ഉണ്ട് നമുക്ക് ഇതിന്. അപ്പോൾ അവരെയും കൂടി വിളിക്കാം, എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് ആഘോഷിക്കാം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അപ്പോൾ കുറച്ച് ഫുഡ് ഉണ്ടാക്കണം, അതിനുള്ള കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിക്കണം. സ്പെഷ്യലായിട്ട് അങ്ങനെയൊന്നുമില്ല, നമ്മൾ നോർമലി വെക്കുന്ന പോലെ തന്നെ കുറച്ച് ഫുഡ് ഉണ്ടാക്കണമെന്ന് മാത്രം. അപ്പോൾ അതിനുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചു. പിന്നെ ഡ്രസ്സ് ഷോപ്പിംഗ് ആണല്ലോ, ഡ്രസ്സ് പിന്നെ നമുക്ക് ഒരു ഷോപ്പിൽ പോയാലൊന്നും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. അങ്ങനെ ഞാൻ കുറേ ഷോപ്പിൽ പോയി. സാറ്റിസ്ഫൈഡ് ആയോ എന്ന് ചോദിച്ചാൽ ആദ്യം പോയ ഷോപ്പിൽ തന്നെ പോയിട്ട് ഫസ്റ്റ് കണ്ട ഡ്രസ്സ് പിന്നെ എടുത്തു. ഒരുപാട് ഷോപ്പിൽ വേറെ പോയിട്ട് പിന്നെ ആ ഡ്രസ്സ് തന്നെ വീണ്ടും എടുക്കുകയാണ് ചെയ്തത്. അതാണ് സത്യത്തിൽ സംഭവിച്ചത്. ഇവിടെ ഒരാൾ ഭയങ്കര ഷോപ്പിങ്ങിലാണ് കേട്ടോ. ആൾക്ക് എന്തെങ്കിലും ഡ്രസ്സ് ഉണ്ടോ, ആൾക്ക് എന്തെങ്കിലും വേണോ, ഞാൻ എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. പക്ഷെ അവന് എൻ്റെ കൂടെ ഇത് വേണോ എന്ന് ചോദിച്ചിട്ട് നടക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടി കുറച്ച് ക്രാഫ്റ്റിൻ്റെ വർക്ക് 1-2 മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഈദും എല്ലാം കൂടി ആകുമ്പോൾ ചിലപ്പോൾ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ അങ്ങനെ ഒഴിവാക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ 1-2 ചെയ്യാനുള്ളതിനുള്ള ഐറ്റംസും ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോകുമായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഡെലിവറി ചെയ്ത് കഴിഞ്ഞു. ഐബിക്കും ഇതുപോലെ നമ്മൾ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് അവന് കുഴപ്പമില്ലാത്ത ഒരു ടീഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തന്നെ മതി എന്ന് വിചാരിച്ചു. ഞാനും ഒരു സൽവാർ സ്യൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, നോർമൽ ആയിട്ട് രാവിലെയൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്കൊരു ഡ്രസ്സ് കൂടി വേണം, ഒരു ഗൗൺ എന്തെങ്കിലും വേണമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതായിരുന്നു. ഈ ഒരു ഡ്രസ്സ് ഞാൻ നാട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഓൺലൈനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാനത് വാങ്ങിക്കാൻ വേണ്ടി അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ ഒരു 1 വീക്ക് കൊണ്ടേ നമുക്ക് ഡെലിവേർഡ് ആവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചത്. കാരണം ഞാൻ പോരുന്നതിൻ്റെ ഒരു 4 ദിവസം മുമ്പൊക്കെയാണ് അവരുടെ ജസ്റ്റ് എൻക്വയറി ചെയ്തത്. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ലൂസായിരുന്നു കേട്ടോ. സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത്യാവശ്യം നല്ല ലെങ്ത്തും എനിക്ക് ഓവറായിരുന്നു, നല്ല ലൂസ് ഫിറ്റുമാണ്. അപ്പോൾ ഞാനത് വേണ്ടാന്ന് വെച്ചു. എടുക്കുന്ന ഡ്രസ്സെല്ലാം ഓവർ സൈസ്ഡ് ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. എൻ്റെ സൈസിലുള്ളത് കിട്ടാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. എൻ്റെ സൈസിൽ ഒരെണ്ണം കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് എടുത്തു. അങ്ങനെയാണ് സംഭവിച്ചത്. ഇവിടുത്തെ ഡ്രസ്സിനെല്ലാം ഫിറ്റിങ് ഭയങ്കര ഓവർ സൈസ്ഡ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് കറക്റ്റ് ഫിറ്റിൽ കിട്ടാൻ നല്ല പണിയാണ്. നല്ലോണം നമ്മൾ പോയി കുറേ സ്ഥലത്ത് പോയെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂ. ഞാൻ എടുക്കുന്ന എല്ലാ ഡ്രസ്സും, പ്രത്യേകിച്ച് ഗൗണൊക്കെ കേട്ടോ, ഗൗണൊക്കെ നല്ല ലൂസ് ഫിറ്റിലായിരിക്കും വരുന്നുണ്ടാവുക. ഇതൊക്കെ എനിക്ക് ഭയങ്കര ലൂസാണ്. ഇതൊക്കെ എടുത്താൽ ഞാനിത് എന്താ ചെയ്യാമെന്ന് പോലും എനിക്കറിയില്ല. 1-2 സെലക്ട് ചെയ്ത് 1-2 എടുത്തിട്ട് ഞാനൊന്ന് ഡ്രസ്സ് ചെയ്തു. ഇതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇനി അത് എടുത്തിട്ട് പിന്നെ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ പണിയാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ എടുത്തിട്ടു. പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഹറം സെൻറ്ററിൽ പോയിട്ടുണ്ടായിരുന്നു. ഹറം സെൻറ്ററിൽ പോയ സമയത്ത്, ഹറം സെൻറ്റർ സൗദിയിലുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാകും, ഭയങ്കര ഒരു വലിയൊരു ഷോപ്പാണ്. അവിടെ നടക്കാൻ തന്നെ ഒരുപാടുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും കിട്ടും. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന ഒരു ബഡ്ജറ്റ് ആയിരിക്കണം എന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര സൈസ് കൂടുതലായിരിക്കും.
അങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ് അവിടെ കൂടുതലായിട്ടുള്ളത്. ഇവിടെ നിന്ന് തന്നെയാണ് ഞാൻ ഡ്രസ്സ് എടുത്തത് കേട്ടോ. എനിക്ക് സൈസിൽ ഒരെണ്ണം കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തതാണ്. പിന്നെ നമ്മൾ മെൻസ് കളക്ഷനിലൊക്കെ പോയി അവർക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ നമ്മൾ സ്പ്ലാഷിൽ പോയതാണിത്. അവിടെ ഒരുപാട് പാർട്ടി വെയർ ഗൗൺസ് ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഐറ്റംസ് കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എടുക്കണം എന്ന് തോന്നും, ബട്ട് നമുക്കത് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രമല്ലേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ നെസ്റ്റോയിൽ പോയിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മളൊരു മോർണിംഗ് ടൈമിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജ്യൂസും കുറച്ച് സ്നാക്സ് എല്ലാം കഴിച്ചിട്ട് കുറച്ച് ഗ്രോസറി ഷോപ്പിങ്ങിന് അവിടുന്ന് പോയി. പിന്നെ അവിടുന്ന് അധികം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വേറെ ഷോപ്പിലാണ് പോവാറ്. പിന്നെ അത്യാവശ്യം അവിടുന്ന് കിട്ടുന്ന നമ്മുടെ ബിരിയാണി റൈസൊക്കെ അവിടെ നിന്നാണ് കിട്ടുക, നല്ല റൈസ്. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്തു. ബാക്കിയുള്ള ഐറ്റംസൊക്കെ വേറെ ഷോപ്പിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അന്നത്തെ ആ ഒരു വലിയൊരു ഷോപ്പിംഗ്, ഗ്രോസറി എല്ലാം വാങ്ങിച്ചു. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ കുക്ക് ബുക്കിലേക്കാണ് പോയത്. റിയാദിലുള്ള ആളുകൾക്ക് അറിയുന്നുണ്ടാവും, കുക്ക് ബുക്കിലെ ഫുഡ് അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ്. അവിടുത്തെ പൊറോട്ട ബീഫ് കോംബോ ഭയങ്കര ഫേമസ് ആണ്. നമ്മൾ അതും കഴിച്ചിട്ട് അങ്ങനെ അന്നത്തെ ആ ഒരു ഡേ അവിടെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ഈദ് വ്ളോഗൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺഡ്. ബൈ.